ബ്രദർ, സിസ്റ്റർ, നീ നോക്കിയിരുന്ന അവസരം, അതെ, വിലപേശുവാൻ, കേട്ട വാക്തത്വം പ്രാപിക്കുവാൻ പറ്റിയ അവസരം ഇതാണ്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 26-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യനാർ എന്ന് പറഞ്ഞു. നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ഒരു ചോദ്യമാണ്. ആരാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ. അവർ യുദ്ധമുഖത്തായിരിക്കുന്നു. യുദ്ധമുഖത്ത് വലിയൊരു പ്രതിസന്ധി അവരെ പിടികൂടിയിരിക്കുന്നു. പ്രതിസന്ധി എന്താണ്? അവർ യുദ്ധം ചെയ്യുവാനുള്ളത് സാധാരണ അവരെ പോലെയുള്ള മനുഷ്യനോടല്ല, മറിച്ച് ഒരു രാക്ഷസനോട്, അഥവാ ഒരു പൈശാചിക മൂർത്തിയോട്. അല്ലേ ബ്രദർ, സിസ്റ്റർ? നമുക്ക് വെല്ലുവിളി ഉള്ളത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അസ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും. അതേ, ആഭിചാരങ്ങളും മന്ത്രവാദങ്ങൾ നിൻ്റെ തലമുറകൾക്ക് വിരോധമായി നിൽക്കുന്നത് മനുഷ്യരല്ല എങ്കിൽ ഈസിയായിട്ട് നിനക്കത് പരിഹരിക്കുവാൻ കഴിയുമായിരുന്നു. അവർ പുറത്തു വരുമായിരുന്നു. എന്നാൽ അവരുടെ പഠനം പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ല, അവരെ മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് നിൽക്കുന്നത് മനുഷ്യരല്ല. അവരെ ശക്തരാക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്, ആ ആഭിചാര ശക്തികളുണ്ട്. അതിനെ കർത്താവിന്ന് തകർക്കുവാൻ പോകുക. നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. ഓ, താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. നോക്കൂ, വെല്ലുവിളി മനുഷ്യനിൽ നിന്നാണെങ്കിലും ഒക്കെ ഇത് മനുഷ്യനിൽ നിന്നല്ല, പിശാചിൽ നിന്ന്. പിശാചിൻ്റെ പദ്ധതികളാണ് ജീവിതത്തിൽ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായി തീർന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ജനം അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഒരുത്തൻ കടന്നു വരുന്നത്. ഈ കടന്നു വരുന്നവൻ്റെ പേര് ദാവീദ് എന്നാണ്. ഇശായിയുടെ ഇളയ മകനാണ്. അപ്പൻ വലിയ ആട്ടിടയനാണ്. മക്കളൊക്കെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു സൈന്യത്തിലൊക്കെ ആയിരിക്കുന്നു. ഇവൻ മാത്രം ആട്ടിടയനായിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇവൻ ഭയങ്കര ഭക്തനായിരുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ. ഒപ്പമുള്ളവർക്കൊന്നും ഇല്ലാത്ത ഒരു വിശേഷ ഗുണം. അവർക്ക് പലതും ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പണമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട്. അല്ലേ ബ്രദർ, സിസ്റ്റർ? അവരെല്ലാം തികഞ്ഞവരെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്കില്ലാത്ത ഒരു ഗുണം നിനക്കുണ്ട്. നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ ആരാധിക്കുന്നവനാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും തളർന്നു പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക്, ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നവനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് കാനന മധ്യത്തിൽ ആടുകളെ മേയിച്ചായിരിക്കുമ്പോഴും നോക്കിയവൻ, ആരാധിച്ചവൻ, പ്രാർത്ഥിച്ചവൻ. ഒരു ദിവസം ദൈവം അവനെ കണ്ടു. ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ ദൈവം കാണും. പ്രിയ സിസ്റ്ററെ, പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം കാണും. നീ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്തതുമായി എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. ഓ, താങ്ക് ലോർഡ്. എനിക്ക് സന്തോഷമാകട്ടോ ഈ ഒരു ദൂത് നിങ്ങളോട് പറയുവാനായിട്ട്. നിങ്ങളൊരു പക്ഷേ ജോലി സംബന്ധമായിട്ടായിരിക്കാം കരയുന്നത്, നിങ്ങളുടെ കുടുംബജീവിതം സംബന്ധമായിട്ടായിരിക്കാം, മക്കളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ആ ലോൺ തിരിച്ചടവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, കടഭാരവുമായിട്ട്, രോഗവുമായിട്ട്, എന്ത് വിഷയങ്ങളുടെ പ്രതി നിങ്ങൾ കരഞ്ഞാലും ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ദൈവസന്നിധിയിലാണ് കരയുന്നതെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിലില്ലാത്തൊരു കാര്യവുമായിട്ട് ദൈവം ഇറങ്ങി വരും. നോക്കൂ, ദാവീദ് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്തൊക്കെ ദാവീദ് ഒരു ആട്ടിടയനാണ്. അമേൻ. ഒരു പക്ഷേ ദാവീദും പ്രതീക്ഷിച്ചു കാണും, എൻ്റെ അപ്പൻ്റെ ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, ആ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാനായിരിക്കുന്നിടത്ത് ആ ദൈവം എന്നെ മാനിക്കും, ആ ദൈവം എന്നെ മാനിച്ച് വർദ്ധിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷ ഈ മനുഷ്യനുണ്ടായിരുന്നു കാണും, ഈ ദാവീദിനുണ്ടായിരുന്നു കാണും. പക്ഷേ ദാവീദിൻ്റെ പ്രതീക്ഷകൾക്കും ദാവീദിൻ്റെ ചിന്തനങ്ങൾക്കും അപ്പുറമായി ദൈവം ദാവീദിൻ്റെ അടുക്കലേക്ക് തൻ്റെ പ്രവാചകനെ അയക്കുകയാണ്. ആ പ്രവാചകൻ്റെ പേര് ശമൂവേൽ എന്നാണ്. വലിയൊരു ആട്ടിടയനാക്കി മാറ്റുവാനല്ല ദൈവം ശമൂവേലിനെ അയക്കുന്നത്. ഇസ്രായേലിലൊരു രാജാവിനെ ദാവീദിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആരാധിച്ച ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥനയോടെ പല വിഷയങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വാക്തത്വങ്ങളൊക്കെ വലുതും വേറെ പലതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അയ്യോ, ഞാനിതല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വിഷയം ഇതല്ലല്ലോ. നോ, എൻ്റെ ദൈവം എപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമേറിയത് തന്ന് നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ, നീ ഇപ്പോൾ
താൽക്കാലികമായിട്ട് ആ ജോലി സ്ഥലത്ത് പിടിച്ചു നിൽക്കുന്നതിനെ കുറിച്ചായിരിക്കാം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അവിടെ നീ ഏറ്റവും ഉയരണമെന്ന്, അവിടെ നിൻ്റെ ലൈഫ് ഏറ്റവും മാനിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും നീ കൈനീട്ടി കടം വാങ്ങുന്നവനായി ഇരിക്കരുതെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. സിസ്റ്ററെ, നീ നിൻ്റെ ഫാമിലി ലൈഫിലുള്ള ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. നിന്നോടുള്ള ദൂത, നിൻ്റെ കുടുംബം ദേശത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. നീ ദേശത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയായിരിക്കണം. നിനക്ക് ഇതുവരെ നിഷേധിക്കപ്പെട്ട സന്തോഷങ്ങളെല്ലാം ആർക്കും നിഷേധിക്കുവാൻ കഴിയാതെ നിന്നിലേക്ക് എത്തിച്ചേരണം. ഓ, താങ്ക് യു ലോർഡ്. അമേൻ. യെസ്, മാതാവേ, പിതാവേ, അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റണം, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം, അതായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ സന്തോഷങ്ങളെ ഇനി ആർക്കും നിഷേധിക്കുവാൻ കഴിയാതെ, അവരുടെ അവസരങ്ങളെ ആർക്കും തടഞ്ഞു വയ്ക്കുവാൻ കഴിയാതെ അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം, അവർ ഏറ്റവും മാനിക്കപ്പെടണം. കേൾക്ക്. അമേൻ. എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നീ പറയും എങ്ങനെയെങ്കിലും വാടക കൊടുത്ത് കട തുറന്ന് പോകാനുള്ള അവസരം കിട്ടിയാൽ മതി. നോ, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം ആ ദേശം നിൻ്റെ ബിസിനസ് മുഖാന്തരം അറിയപ്പെടണം. എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം നീ കടന്നുപോയ രാജ്യത്ത് നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. അതെ പ്രിയരെ, മക്കളെ, ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഒരുപക്ഷെ ഒരു സാധാരണ കോഴ്സായിരിക്കാം. ആ കോഴ്സ് പഠിച്ചിട്ട് ആരും ഒരിടത്തും എത്തിക്കാണത്തില്ല. പക്ഷേ നിങ്ങൾ അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ദാവീദിനെ ശമൂവേലിനെ അയച്ച് അഭിഷേകം ചെയ്യുകയാണ്, ഇസ്രായേലിൻ്റെ രാജാവാക്കി. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. ഒരുപാട് വാഗ്ദത്തങ്ങൾ പലരിലൂടെയും കേട്ടിട്ടുള്ളവരാണ്. ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പേ പ്രൈസർ ഫാമിലിയിലൂടെ ആയിരിക്കാം, മറ്റെവിടെയെങ്കിലും കൂടെ ആയിരിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടില്ല. ആമേൻ, ആമേൻ. ശ്രദ്ധിക്കുക, ദാവീദ് വെയിറ്റ് ചെയ്യുക തൻ്റെ സമയത്തിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് യുദ്ധമുഖത്തെത്തിയപ്പോൾ ദാവീദിന് മനസ്സിലായി, ഇതാണ് എൻ്റെ സമയം. ആമേൻ. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയം, ഇതാണ് എൻ്റെ സമയം. പ്രശ്നം അധികരിച്ചിരിക്കുന്നുവോ? എല്ലായിടത്തും പ്രതിസന്ധിയാണോ? ബ്രദർ, അവിടെ പ്രശ്നമാണോ? അപ്പോൾ യൂറോപ്പിലേക്ക് പോകാനുള്ള സമയമായി, റെഡി ആയിക്കോ, കോൺടാക്ട് ചെയ്തോ. യെസ്. ഓ, താങ്ക് യു ലോർഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. മക്കളെ, പ്രശ്നമാണോ? അവിടെ പ്രശ്നം തുടങ്ങിയോ? അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ സമയമായിരിക്കുന്നു. ഇത് നിന്റെ വാഗ്ദത്തത്തിൻ്റെ സീസൺ. ഓ, അമേൻ. അപ്പം ദാവീദിന് കാര്യം മനസ്സിലായി, ഇതാണ് സമയം, വിലപേശുവാൻ തക്ക സമയം. ഓ, അമേൻ. ഇപ്രാവശ്യം നിനക്ക് സാലറി വർധനവ് തരാതിരിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ഇപ്രാവശ്യം നിനക്ക് അവകാശപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത് തരാതിരിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ഇപ്രാവശ്യം നിന്നെ അവഗണിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. മക്കളെ, ഇപ്രാവശ്യം നിങ്ങൾക്ക് ജോലി തരാതിരിക്കുവാൻ ആ സ്ഥാപനത്തിന് കഴിയത്തില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ തരാതിരിക്കുവാൻ ആ സ്ഥാപനത്തിന് കഴിയത്തില്ല. സിസ്റ്ററെ, ഇപ്രാവശ്യം നിൻ്റെ ആവശ്യങ്ങളെ പരിഹരിച്ച് തരാതിരിക്കുവാൻ നിൻ്റെ ഭർത്താവിന് കഴിയത്തില്ല. യെസ്, ഇത് വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം നീ ആയിരിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന ഈ സമയം, ഇത് വാഗ്ദത്ത നിവർത്തിയുടെ സമയമാണ്. ഇന്നലകളിൽ നീ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ സമയമാണ്. ആ വിവാഹം നടക്കുവാൻ പോകുക, ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ അവസരം തിരിച്ചറിഞ്ഞ് യഹോവയുടെ നാമത്തിൽ യുദ്ധമുഖത്തേക്ക്. ചോദ്യം, ആമേൻ, ഇവനെ കൊന്ന് ഇസ്രായേലിൻ്റെ നീക്കിക്കളഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? നീ കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവർത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഓ, സ്തോത്രം. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിനക്ക് കിട്ടിയ അവസരം വെറുതെ അല്ല. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ? ഈ സമയം വിലപേശി അത് പിടിച്ചെടുക്കുവാനുള്ള, വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാനുള്ള സമയമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, അതെങ്ങനെ സാധ്യമായി തീരും? കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാപിക്കുവാനും, പ്രാപിച്ച് സാക്ഷികളായി നിൽക്കുന്ന അനേകരെ പോലെ പ്രാപിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ജോയിൻ ചെയ്തോ. പ്രാർത്ഥനയോടെ കടന്നു വന്നോ. വിടുതലോടെ മടങ്ങാം എന്ന കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവം, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എപ്പോഴാണ് ഞാൻ കാത്തിരുന്ന സമയമെന്നറിയാതെ, ഇനി എന്നാണ് എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം നിവർത്തിയെന്നറിയാതെ ആയിരിക്കുന്നവർ, ഇതാ സമയമായി മാറട്ടെ കർത്താവേ. ഇവർ ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുന്ന, വിലപേശി ഇവരുടെ അവകാശങ്ങളും നന്മകളും പ്രാപിച്ചെടുക്കുന്ന ദിവസമായി മാറട്ടെ. കോടതിക്കകത്ത് കർത്താവേ, ഇവർ ആമേൻ പറഞ്ഞത് അങ്ങനെ തന്നെ എന്ന് പറയുന്ന അപ്പാ, ഓ സ്തോത്രം, തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ഡിസിഷൻസ് വരട്ടെ. യെസ്,
ഇവർ ആവശ്യപ്പെട്ട ആ സാലറി വർധനവ് ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കട്ടെ. ഇവർ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് ഇവർ കടന്നു പോകട്ടെ, പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. മിനിസ്ട്രിയുടെ അടുത്ത ലെവൽ, ശുശ്രൂഷയുടെ അടുത്ത ലെവൽ വെളിപ്പെടട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. പാരമ്പര്യമായ രോഗങ്ങളും ശാപങ്ങളും നീങ്ങിപ്പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. രജിസ്ട്രേഷൻ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും, ആ വാക്തത്വം, വസ്തു എന്ന വാക്തത്വം, യെസ്, വിവാഹം എന്ന വാക്തത്വം നിറവേറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി സ്വർഗ്ഗം ഒരുക്കി നൽകി മാനിക്കണമേ. ഭാവി സംബന്ധമായ പ്രതികൂലങ്ങളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ ദേശത്തെ കൈവശമാക്കട്ടെ. പൈശാചിക വ്യാപാരങ്ങൾ അഴിയട്ടെ. ദുഷ്ടൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ആഭിചാരങ്ങളും മന്ത്രവാദ ശക്തികളും അഴിഞ്ഞു മാറട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്യപ്പെടുന്ന ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. തടസ്സങ്ങളെ മാറ്റി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ആ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി ഈ സമയം പ്രാപിച്ചെടുക്കാം. ഇത് വാഗ്ദത്ത നിവൃത്തിയുടെ സീസൺ. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.